ഏകീകൃത കുർബാന ഓരോ ഇടവകയിലും എങ്ങനെ നടപ്പാക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനഭാഗമാണ് ലൂക്ക 18. അത് പറയുന്നത് ന്യായാധിപനും വിധവയും എന്നാണ്. അതായത് കർത്താവ് പറയാണ്, ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ഉപമ പറയുന്നത്. അതിൽ ഒരു വിധവയെയും ഒരു ന്യായാധിപനെയും പറയുന്നു. അതായത് ഒരു നിർദ്ധയനായ, കരുണയില്ലാത്തൊരു ന്യായാധിപൻ. എങ്കിലും ഈ വിധവ നിരന്തരം വന്ന് തന്നെ അസഹ്യപ്പെടുത്താൻ ഇടയുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് അദ്ദേഹം മനസ്സില്ലെങ്കിൽ കൂടിയും, ആ വിധവക്ക് നീതി നടപ്പാക്കി കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൂടിയും അദ്ദേഹം ചെയ്തു കൊടുക്കുകയാണ്. കാരണം വചനം പറയുകയാണ്, നിരന്തരം വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. ഈ ഒരു വചനഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാര്യമുണ്ട്. നമുക്ക് എങ്ങനെ ഏകീകൃത കുർബാന നടപ്പാക്കാം. ഇതുപോലെ ഈ നിർദ്ധയനായ ന്യായാധിപന്റെ രണ്ടാമത്തെ ഒരു ചിന്തയുണ്ട്. ആദ്യം ചിന്തിച്ചത് ഇത് നടപ്പാക്കി കൊടുക്കാൻ ആഗ്രഹമില്ല, എങ്കിലും ഈ വിധവ അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കും. ഇതേ പോയിന്റിൽ നമ്മുടെ വൈദികരെ കൊണ്ട് നമ്മൾ എത്തിക്കണം. അതായത് നിരന്തരം അവരോട് പറയണം. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും അവർക്ക് ഏകീകൃത കുർബാന ചെല്ലേണ്ടി വരും. അതിന് എനിക്ക് തോന്നുന്നത് 3 ദിവസങ്ങളിൽ, ഒരു രാത്രി, പിന്നൊരു പകല്, പിന്നൊരു രാത്രി, പിന്നൊരു പകല്, പിന്നൊരു രാത്രി, പിന്നൊരു പകല്, 3 ദിവസം ഒരു രാത്രി ഒരു 9:30-കോ 9 മണി 9:30 ആ ടൈമില് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് സംസാരിച്ചിട്ട് പോരാതെ അവിടെ തന്നെ നിൽക്കണം. എന്നിട്ട് അദ്ദേഹം ഒച്ചപ്പാടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇട്ട് മുട്ടിയൊക്കെ കോളിംഗ് ബെല്ലടിക്കുക. അതുപോലെ തന്നെ ആ ദിവസം മുഴുവനും അദ്ദേഹം അറിയരുത്. അദ്ദേഹം അറിയുന്ന വെച്ചാൽ സൂചന ആദ്യമേ കൊടുക്കരുത്. ഇങ്ങനെയാണ് കൊടുക്കുന്നത്, കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു എന്ത് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ അപ്പം മുറി പൂട്ടിയാൽ പോലും കുഴപ്പമില്ല, പുറത്ത് ജനലിൽ തട്ടുക, കോളിംഗ് ബെല്ലടിക്കുക. ആ രാത്രി മുഴുവനും അദ്ദേഹത്തെ മെയിനായിട്ട് ഉറങ്ങാൻ സമ്മതിക്കരുത്. അന്ന് ചോദിച്ചാൽ പറയണം, ഏകീകൃത കുർബാന ഈ ദിവസം നാളെ അനൗൺസ്മെന്റ് ചെയ്യും, പള്ളിയിൽ അനൗൺസ്മെന്റ് ചെയ്യണം, ഇനി ഏകീകൃത കുർബാന മാത്രമേ നടക്കുകയുള്ളൂ, അത്ര നാളും ഞങ്ങൾ ഇതുപോലെ തന്നെ അച്ഛനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന രീതിയിൽ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇത് വിജയിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണേൽ യൂട്യൂബിൽ ജപമാല കേട്ടോ കുർബാന കേട്ടോ നമുക്ക് ആ സമയം പ്രാർത്ഥനയൊക്കെ കഴിയാം. ഇടയ്ക്ക് അദ്ദേഹത്തെ അസഹ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു 15, ഇപ്പം അദ്ദേഹം ഉറക്കം പിടിക്കുമല്ലോ, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ അദ്ദേഹത്തെ ഉറങ്ങാണ പോലെ മയക്കം പിടിക്കുമ്പോൾ വീണ്ടും ജനലിൽ തട്ടി അല്ലെങ്കിൽ ഡോർമ തട്ടി സൗണ്ട് കഴിപ്പിക്കുക. അങ്ങനെ അദ്ദേഹത്തെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ പറയും നമ്മളെല്ലാവരും നിൽക്കണ്ടേ, അങ്ങനെ വേണ്ട. കുറച്ച് പേര് വന്നിട്ട് അവർക്ക് പോകാം, പിന്നെ അടുത്ത സെക്ഷൻ വരിക. ഒരു അരമണിക്കൂർ 1 മണിക്കൂറോ കുറച്ച് പേര് ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് അവർ വീട്ടിൽ പോയി ഉറങ്ങുക. അപ്പോൾ അടുത്ത സെക്ഷൻ വരിക, അവർ 1 മണിക്കൂർ, അങ്ങനെ രാവും പകൽ കിടന്ന് ഉറങ്ങാൻ അനുവദിക്കരുത്. ഈ രീതിയിൽ ചെയ്താൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.